അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, എല്ലാവരും വന്നതിന് സന്തോഷം. പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, അതിനേക്കാളും സന്തോഷം. ഞാനിങ്ങനെ ഒരു സാധാരണ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഞാൻ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാനങ്ങനെ മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ ഇല്ലാതെ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും കാലങ്ങളായിട്ട് അറിയാവുന്നവരുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയിൽ ആ സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം ഇപ്പോൾ ഗുരു സോമസുന്ദരം അദ്ദേഹത്തിന് ഇതിനകത്തുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല. പക്ഷെ അത് ഞങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്ന് ചെയ്തത്. നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു എന്തെങ്കിലും ഒരു ടോക്കണായിട്ട് എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് സമ്മതിച്ചുമില്ല. അപ്പം അതുപോലെ കുറേ പേരുടെ സൗഹൃദത്തിൻ്റെ നന്ദിയും കൂടെ ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഗുരുസാറൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നതാണ്. ബേസിലും ഞാനും ഞങ്ങളെല്ലാവരും തമ്മിലുള്ള സൗഹൃദം കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതുപോലെ ബാബു ചേട്ടൻ, ബാബു രാമേന്ദ്രൻ, ഇതൊക്കെ ഒരു നമ്മൾ സൗഹൃദത്തിൻ്റെ പുറത്ത് വിളിച്ച് നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനൊരു തുടക്കവും അവസാനവും വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അതൊന്ന് നമുക്ക് ചെയ്തു തന്നതാണ്. അതുപോലെ കുറേ പേരുണ്ട്, നന്ദി പറയാനാണെങ്കിൽ പേരെടുത്ത് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഒപ്പം ഈ സിനിമ ഞങ്ങളങ്ങനെ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയായിട്ടൊന്നുമല്ല ഇതിനെ തുടക്കം മുതലേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതും. സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാവുന്ന കുറേ തമാശകളും, അതായത് ഇതിൻ്റെ ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ലോജിക്ക് നോക്കുന്നത് ഭയങ്കര ഇല്ലോജിക്കലാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്തത് തന്നെ. കാര്യം കഥാപാത്രങ്ങൾ മണ്ടന്മാരാണ്, അത് കാരണം കൊണ്ട് അതിൻ്റെ ലോജിക്ക് നോക്കുന്നവരാണ് മണ്ടന്മാരാകുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തത്. അവരുടെ സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ തമാശകളും. അപ്പം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇപ്പം ഞാനും ഒരു ഷോ കണ്ടു, അത് കഴിഞ്ഞ് പല ഷോസിനും ഇവർ തിയേറ്ററിൽ പോയിട്ട് ഓഡിയൻസ് റിയാക്ഷനൊക്കെ നേരിട്ട് കണ്ട് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ സദസ്സുകളിൽ മരണമാസ് പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ബാക്കി അടുത്ത ആളുകളിലേക്ക് ഞാൻ എൻ്റെ ഈ മൈക്ക് കൈമാറുകയാണ്. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ എന്നെപ്പറ്റി അപവാദങ്ങൾ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ മൈക്ക് ഞാനൊന്നും കൂടെ മേടിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർന്ന് ഒരു കാപ്പിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രവും ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയാൻ അവകാശമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും, ഒരുപാട് നന്ദി. എല്ലാവരും സിനിമ കണ്ടു, കാണാത്തവരുണ്ടെങ്കിൽ പോയി പറയുക. അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ടാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ശിവനാണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു, ടോവി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു. അപ്പൂപ്പൻ താടി, മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത്. അതുപോലെ രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ്. ശിവൻ മിന്നൽ മുരളിയിൽ ഒരു അൺഒഫീഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടെ ആയിരുന്നു. അപ്പോൾ ശിവൻ്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൽ മുരളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിൻ്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെക്കുറിച്ചും. അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് സിജു ആണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോപ്പ് കൾച്ചറും ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള
ഒരു എഴുത്താണ്. സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ബാക്കി പിന്നെ ഇതിലെല്ലാവരും ഇന്ന് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. സുരേഷ് ഏട്ടൻ ഒക്കെ ആണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പം ആ പ്രൊഡക്ഷൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ല, അവിടെ തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല. ഇത് സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഏട്ടൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിലും സാധാരണ അങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രസ് മീറ്റിന് തന്നെ വന്നിരുന്നിട്ട്. അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ളൊരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെയൊക്കെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനെ ഒരുമിച്ച് നിന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസത്തായിരുന്നു? ഒരു വെയിലത്ത് അല്ല, ഏത് മാസം? പൊരിവെയിലത്തൊക്കെയാണോ മഴ പെയ്യുന്നത്? ഏത് മാസം? പൊരിവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴയാണ്, അവിടെയും മഴ. അത് ഈ മരണമാസത്തെ സെറ്റിലായിരിക്കും. എന്തൊരു കഥയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അത് നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ അതിൽ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറയൊക്കെ അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ ഏതായിരുന്നു? സൂപ്പർ 35, വലിയ വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരോ ഒന്നും സാധാരണ അതൊക്കെ വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ളൊരു അവന്റെ ബ്രദർ ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലേക്കാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി എല്ലാവരുടെ അഭിപ്രായങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഈ പെടുന്ന എഫേർട്ടും നമ്മൾ കാത്തിരുന്ന രാത്രികളും മഴ കണ്ടിരുന്ന രാത്രികളും ഇവരുടെ അനുഭവിച്ച ടെൻഷനും എല്ലാവരും ഈ അവസാന നിമിഷം ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ ഇപ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നു, പേ ഓഫ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അഗെയിൻ ആത്മാർത്ഥമായിട്ട് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയുള്ള റിവാർഡുകളാണത്. അപ്പോൾ അത് പ്രഷറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. ബാക്കി കൺവിൻസിങ് സ്റ്റാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമസ്കാരം. എനിക്കിങ്ങനെ ചോദ്യശരങ്ങൾ വേണം, അപ്പം ഞാൻ മയക്കേണ്ട ഞാൻ വെറുതെ ശരങ്ങൾ പോരട്ടെ. ഹൈദരാലി ഒളിഞ്ഞിരിക്കുന്നില്ല. സിനിമ കണ്ടവരാണ് നിങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പറയേണ്ടത്. നമ്മൾ ഇന്നലെ കുറേ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1/2 മണിക്കൂറോളം സിനിമയുടെ അവസാന ഭാഗം ഞങ്ങൾ തിയേറ്ററിൽ ഓഡിയൻസ് അറിയാതെ മാറിയിരുന്ന് ഇങ്ങനെ കണ്ടു.
അപ്പോൾ നേരിട്ട് അവരുടെ ചിരിയും കയ്യടികളൊക്കെ നമ്മൾ നേരിട്ട് നല്ല കണ്ടതാണ്. പ്രായഭേദമന്യേ നല്ല മുതിർന്ന അമ്മച്ചിമാരും അപ്പന്മാരൊക്കെ തിയേറ്ററിലുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. കുട്ടികളുണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്രതീക്ഷിച്ച ക്രൗഡ് ഇന്നലെ തിയേറ്ററിലുണ്ടായിരുന്നു. അവരുടെ റെസ്പോൺസ് നേരിട്ട് കണ്ട് അനുഭവിച്ച സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്താ അവർ പറഞ്ഞ വെച്ചാൽ ഇത് ലോജിക്ക് നോക്കിയിട്ട് ചെയ്യേണ്ട, ഇപ്പം ഇങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥയുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ സിനിമ ഈ 2.25 മണിക്കൂർ 2:17 വളരെയധികം ആസ്വദിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നേരിട്ട് കേട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. രവി, ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമ്മാതാവെന്ന നിലയിൽ ആളുകളൊന്ന് ചിരിപ്പിക്കണം. ഈ സബ്ജക്റ്റ് കേട്ടപ്പം കുറേ ചിരിച്ചിട്ടുണ്ടാവും. ചിരിപ്പടം ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ പോയിരുന്നവർ ചിരി കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല. പറഞ്ഞ ശിവൻ ഞാൻ മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാവുമ്പോൾ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല. അതെന്നാൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ. നമ്മൾ ആ ഒരു ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അതിൽ ഹേർട്ട് ആവാതിരിക്കുകയും മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺറയിൽ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രൊഡക്ഷൻ്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളും അങ്ങനെ ഒന്നും പറയാനില്ല. ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ഏതൊരു ഇമോഷനും ആണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷയം ഇപ്പൊ അവിടെ ചോദിച്ച സ്ക്രിപ്റ്റ് തന്നെ, ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർമ്മാതാവെന്ന നിലയിൽ ഭയപ്പാടുണ്ടായിരുന്നു. അല്ല, അത് തമാശയൊക്കെയായിട്ട് നിങ്ങൾ പറയായിരുന്നു സീരിയൽ കില്ലേഴ്സിനെ ഈ സിനിമയിൽ കുറെ കളിയാക്കുന്നുണ്ട്. നാളെ സീരിയൽ കില്ലർമാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുമോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരു തമാശയിലൊന്നും ഒഫൻഡഡ് ആവേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവായി കഴിഞ്ഞാൽ തമാശകൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അത്രയും സെൻസിറ്റീവ് ആവാതെ ഇതങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനോട് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. നമുക്ക് തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ എന്തായാലും ബഡ്ജറ്റ് കുറച്ച് കൂടിപ്പോയെന്ന് പറയുന്നു. അപ്പൊ ബഡ്ജറ്റ് കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞത് അപ്പൊ ബേസിൽ നമ്മൾ ഉറ്റ സുഹൃത്താണ്. നിങ്ങളുടെ കോമ്പോ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു റെമ്യൂണറേഷൻ കുറച്ച് ചവിട്ടി പിടിച്ചുകൂടെ? ഞാൻ വളരെ കൃത്യമായിട്ട്
ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ ചിന്തിക്കും, അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരു സാറിനെ പോലെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണറൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിലൂടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും, ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. ഞാൻ ആലോചിച്ചിട്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസത്തെ ശമ്പളേ തന്നു. ഞാൻ ആലോചിച്ചോണ്ടിരുന്നത് നമ്മള് 40 ദിവസം എന്ന് വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത്, അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവകാശമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചോദിച്ചില്ല, അല്ല അത് ചോദിച്ചില്ല, അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള അത്. പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത്, മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോൾ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും. നമ്മൾ ഒരു അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും. അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്. ഇപ്പൊ എന്തായാലും മരണമാസം ഇപ്പൊ കൊലമാസമായിട്ട് പ്രേക്ഷകനെ ഏറ്റെടുത്ത തിയേറ്ററിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിലൊരു ഫ്രീഡം ഉണ്ട്. ഇതിലെ കഥാപാത്രം ബേസിൽ അതുപോലത്തെ കഥാപാത്രമായിരുന്നു. ഇല്ല, ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ്, അപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു. അത് ഇച്ചിരിയോടെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാജറേഷൻ്റെതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ OLX വിൽക്കാനിട്ടിരിക്കുന്ന ഒരുത്തന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, സിജുവിനല്ലാതെ. അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല, കുറച്ചുകൂടെ. പക്ഷെ രസമായിരുന്നു ചെയ്യാൻ. ഈ പറയുന്നത് നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം. ഈ പറയുന്ന ആ മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സുരേഷേട്ടാ, ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ചേട്ടൻ്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കും, ഏത് ലെവലിലായിരിക്കും എന്നുള്ള ഗ്രാഫിക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുമ്പോൾ കണ്ടിട്ട് പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഓഡിയൻസിൽ നിന്ന് കിട്ടിയത്? അതിലും അധികം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല കയ്യടിയും ചിരികളും
നമുക്ക് സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, ഓൾറെഡി ഒരു ഹ്യൂമർ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനകത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ചിരി കിട്ടും, അങ്ങനല്ല. ഇപ്പോൾ എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം, ഇങ്ങനെ കയറ്റാൻ പറ്റും, കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങളെ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഡയറക്ടറും തന്നിട്ടുണ്ട്, റൈറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ചിരിയും കയ്യടികളൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒരു സീനിയർ ആക്ടറുമാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ സർക്കാസം എന്ന് പറയുന്നത് വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന, അതേപോലെ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത്, വേദനിപ്പിക്കുമോ, അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ ഒരു സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നോ, ഇതെങ്ങനെ ആളുകൾ എടുക്കും, വർക്കൗട്ട് ആവുമോ, നെഗറ്റീവായിട്ട്? ഇതിനകത്തിപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇതൊരു എൻ്റർടൈനർ അത്രയും. ഫൈറ്റിൻ്റെ ഇടയിൽ ബേസിലിന് കുറച്ച് ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചത്. അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ഇതിങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്, അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കൺവിൻസി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വൈറലായിരുന്നല്ലോ. അതിനുശേഷം ഇങ്ങനെ ഒരു കോമഡി റോളിലേക്ക് മറ്റുള്ളൊരു ഡയറക്ടേഴ്സ് വിളിക്കാൻ അതൊരു കാരണമായിട്ടുണ്ട്. അതിന് മുമ്പും അതായത് ഈ സിനിമയിൽ പ്രൊമോഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സെറ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഞങ്ങളുടെ പ്രൊപ്പഗാൻഡയാണ് ഇതിനു മുമ്പ് ഇതുപോലെ മുഴുനീള സിനിമയിൽ കോമഡി ക്യാരക്ടറായിട്ട് സുരേഷ് വന്നിട്ടില്ല. അതെ, അത് ഈ സിനിമയിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ്. എനിക്ക് അതിൻ്റെ തുടക്കം എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരു ബസ് കണ്ടക്ടർ, ബസ് ഡ്രൈവറുടെ ഒരു വേഷമാണ്. എന്നെ കണ്ടിട്ട് വേറൊരാളിങ്ങനെ ഒരു ബസ് ഡ്രൈവറുടെ വേഷത്തിൽ വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ ടോവിയൊക്കെ കൂടുതൽ അടുക്കുന്ന ഒരു സമയം. അപ്പോൾ ടോവിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതിനെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ അതായത് സുരേഷ് ഏട്ടനെ ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചിലവഴിച്ചിട്ടൊക്കെ. ഈ നടികറിനും കുറച്ച് മുമ്പ് നമ്മളങ്ങനെ ആണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സമയം സ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷ് ഏട്ടനെ അല്ല, അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും. ഈ പറഞ്ഞ പോലെ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നേർ വിപരീതമാണ് പുള്ളി. ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളും അങ്ങനത്തെ ആളുമല്ല. നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. തങ്കക്കുടവാണെന്നാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ഏട്ടനെ പറ്റി പറയുമ്പോൾ പൂക്കിയാണ്. അത് ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് വെച്ചാൽ അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇതുവരെ സുരേഷ് ഏട്ടൻ ആരെയെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെയെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു വികാരഭരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളെയും ഭയങ്കര ലൈറ്റ് ആയിട്ടും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ല് ചെയ്യാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ഏട്ടൻ. പക്ഷെ ആ ഒരു സുരേഷ് ഏട്ടൻ്റെ ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടപ്പോൾ മുതൽ ചിന്തിച്ചിട്ടുള്ളത്. നടികർ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് റൊപ്പിന്ന് ഇറക്കിയിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോൾ അതിൽ സുരേഷ് ഏട്ടൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഒരു പ്രൊഡ്യൂസർ എന്ന നില ചോദിക്കുകയാണ്. അപ്പം ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ. ഇപ്പൊ എവിടെ നിന്നൊക്കെ കാരണം നേട്ടങ്ങളെക്കാൾ എവിടെ നിന്നൊക്കെ അടി വരുന്നതായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്.
അപ്പം ഇതിനകത്ത് നാഗസൈനേന്ദ്രയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇടയിൽ തന്നെ ഒപ്പം സിനിമയിൽ നടന്ന ഒരു ഇഷ്യൂസ് അറിയാലോ. അപ്പം അതിന് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ? പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അല്ല, അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത്? അത് അവര് തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തോടെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത്. അത് അവര് തന്നെ ഡബ് ചെയ്തിരിക്കുന്നതാണ്. വളരെ അല്ലേ? അല്ല, ചോദിക്കാൻ പറ്റില്ല. ഇതേ ആള് തന്നെ നേരത്തെ ഒരു പടം കണ്ടായിരുന്നോ? സത്യം പറ. ഞാൻ കണ്ടില്ല. ഇന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ മാത്രം കണ്ടിട്ടുള്ളൂ. അല്ല, ചോദിക്കാൻ കാരണം ഇതേ ആള് തന്നെ മറ്റൊരു സിനിമയിൽ ശബ്ദം ഉപയോഗിച്ച് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മള് അതൊരു പ്രൊഡ്യൂസറായിട്ട് ചിന്തിക്കുമ്പോൾ എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ ചെയ്യേണ്ടി വന്നിരുന്നു. അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചെയ്യുന്നത് ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട്. പിന്നെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങള് നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് അങ്ങനെ എന്താ പറയാ, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ്, ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട്. അത് നമുക്ക് വേറെ ആരുടെയെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി. രണ്ട് ദിശയായിട്ട് പോകും. കോമഡിയിലേക്ക് സീരിയസ് കോമഡിയിലേക്ക് ആ ഒരു ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷവാനാകുന്നത്? നല്ല സീരിയസ് ട്രാക്ക് വിളിച്ച് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കും, വളരെ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരും. അതിനൊരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ബേസിൽ? അല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരിക, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇനിയും പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം, അതേസമയം മരണമാസ പോലത്തെ സിനിമകളും ചെയ്യണം. അപ്പോഴാണ് അതിനൊരു അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ നമുക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ, ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ, കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക. അത് അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു മോട്ടിവേഷനും കൂടെ ആണല്ലോ. പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പുണ്ട്, അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിലോ നുണക്കുഴിയോ മരണമാസം എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുള്ളൂ, ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ. അതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടറാണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ, പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മളും വളരുക. അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ. തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാം വേണമെന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ് കഥാപാത്രങ്ങൾ പിന്നെ പെട്ടെന്നാണ് ഒരു ട്രാക്ക് മാറ്റി പിടിച്ച് പറഞ്ഞാൽ തൊഴിലോ കൂടത്തിൽ അഭിനയിച്ച് ട്രാക്ക് മാറ്റി ഈ സിനിമയിലേക്ക് വരുന്ന ഒരു കോമഡി ആവുമ്പോൾ അത് സുരേഷ് ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? സുരേഷ് ഏട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം സുരേഷ് ഏട്ടന് കിട്ടിയില്ല ഇതുവരെ. ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ഏട്ടൻ. അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി. അതേപോലത്തെ റോളുകൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക, ഇങ്ങനൊരു ഇന്നലെ തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനുണ്ട്, അപ്പോൾ അതിനൊരാളെ വിളിക്കണം, അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ഏട്ടനെ വിളിക്കും, കോട്ടൊക്കെ ഇടിപ്പിച്ച് വന്ന് പറ്റിക്കുക. ഒരു ചതി, ചെറിയൊരു ചതി. അതപ്പോൾ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോയി. പിന്നെ ഇപ്പോഴാണ് സുരേഷ് ഏട്ടൻ 2.0 റിവീൽ ആവപ്പെടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് ഏട്ടന് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലനി ആയിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാതിൽ മലർക്കെ തുറന്നു നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിലിൻ്റെ അടുത്ത പടത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ. അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാണ്.
അതൊരു ബാധ്യതയും അതോടെ എന്തെങ്കിലും തരും. അത് പറയാൻ പറ്റില്ല. ഞാൻ മെസ്സേജ് അയച്ചുതരാം, വാട്സപ്പിൽ അയച്ചുതരാം. ഒന്നുമില്ല, ഒരു സീസണിൽ സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ ആലോചിക്കും എന്തിനാ എന്നെ വിളിക്കുന്നത് സ്ഥിരമായിട്ട്. അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ പണ്ട്, നമ്മുടെ കരുമാടിക്കുട്ടനുള്ള നായിക, അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 പടം അടുപ്പിച്ച് ഞാനായിരുന്നു. മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ ചോദിച്ചു ഇതിലും നിങ്ങളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം ടേക്ക് പോകാതെ പെട്ടെന്ന് പണി തീർക്കാമെന്ന് എന്ന് പറയുന്നൊരു 3-4 പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല ബലാത്സംഗം വരുന്നതായിരിക്കും. അങ്ങനെ ഒന്നും തന്നെ കണ്ട അതൊന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് തന്നെയായിരുന്നു. സിനിമ മാറി, ആ ട്രെൻഡുകൾ മാറുന്നുണ്ട്. മാറി ഒരുപാട് സിനിമകൾ മാറി, ടോവിയാണ് ചെയ്തിട്ടുള്ളത്, പല കഥാപാത്രങ്ങളും മാറിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട്. ചില ആർട്ടിസ്റ്റുകൾ ചെല്ലാൻ ഡയറക്ടർ അയക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഈ സാധനം എടുപ്പിക്കാൻ കഴിയുന്നത് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട്. അതെ, ഈ ആർട്ടിസ്റ്റ് തയ്യാറാവുന്നത് മാത്രമല്ല, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. പണ്ടും എല്ലാ ആർട്ടിസ്റ്റിനും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ സമ്മതിക്കില്ലായിരിക്കും. അതായിരിക്കാം അങ്ങനെ സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാറിപ്പോകുന്നത് അതുകൊണ്ടായിരിക്കും. ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഈ ടൈപ്പ് കാസ്റ്റ് ആവുന്നത് ഒരുപക്ഷെ ഡയറക്ടർക്ക് ഒരു വില്ലൻ ക്യാരക്ടറെ കണ്ടുപിടിക്കാൻ ഒത്തിരി എഫേർട്ട് എടുക്കാൻ പറ്റാത്തതാണോ, അതോ ഇയാൾ തന്നെ മതി, അതാകുമ്പോൾ എനിക്ക് അധികം എഫേർട്ട് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണോ ഒരാളെ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത്? അതാണത്, ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസി ഉണ്ട്, ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് പുരാനാണെന്ന്, അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ഭൂതം രാജൻ പി ദേവും ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷെയ്ഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത്. അപ്പോൾ ജോണിയോട് ചോദിച്ചു, ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നല്ലേ? അപ്പോൾ ജോണി പറഞ്ഞു, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും, ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുന്നത് ശ്രമിച്ചു നോക്കുക എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ട്. ഇപ്പം അതൊക്കെ മാറി വരുന്നു. ഇപ്പോൾ ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഒരു പഴം എടുത്തോ, ഒരു പഴം എടുത്തോ, ഫ്രീ. ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിലും ഇവന് ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് തരുമ്പോ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇവന്റെ അടുത്ത് വന്ന് ഇവന്റെ പെർഫ്യൂം ഒന്ന് മണത്ത് നോക്കൂ. അത് ആര് ഗിഫ്റ്റ് തന്നാടാ? അതായത് ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും നമ്മുടെ പെർഫ്യൂമിനൊക്കെ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് ഏതോ പടത്തിന്റെ ARMന്റെ പ്രൊമോഷന് പോകാൻ സമയത്ത് ഇവൻ അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും വില, അങ്ങനെ ഞാൻ വന്നപ്പോ മേടിച്ചു കൊടുക്കുന്നതാണ്. ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ടോവിനോ, ഇപ്പൊ സിനിമകളെല്ലാം സോറി പ്രദർശിപ്പിക്കുന്നത്, പക്ഷെ UAE-ലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു. അതിന്റെ UAE-ലുണ്ട്, കുവൈറ്റിൽ ഇത് വാർത്ത വന്നാലും UAE-ലല്ല, കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ രാജ്യങ്ങളുടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യാം. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് ഇപ്പം തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന, ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ
സിനിമനെ ആക്സെപ്റ്റും ചെയ്തു കഴിഞ്ഞു. അവർക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പം ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട്. അത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും. ഇപ്പോഴും ഈ ഭേദഗതികൾ എല്ലാത്തിലും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളും ഞങ്ങൾ സൗദിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിൻ്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളത്? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ആ സംശയത്തിൽ ഈ ബേസിലിന്റെ കൂടെ ആയിരുന്നു ആരോടെ എന്ത് പറഞ്ഞ ആരൊക്കെയായിരുന്നു അഭിപ്രായ വ്യത്യാസമുള്ളത്? അധോഗതിയാണെന്ന് പറഞ്ഞ ആരും ഉണ്ടല്ലോ ഇവിടെ, ഞാൻ കേട്ടു. പ്രൊഡ്യൂസറിന്റെ ധൈര്യമല്ല, ഞങ്ങളുടെ ധൈര്യമാണ്. പ്രൊഡ്യൂസർ എന്താ ഇവിടെ ഇല്ലല്ലോ. സുരേഷ് ചേട്ടന് ബസ് ഓടിക്കാൻ അറിയില്ല എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റി വിട്ടത്. പിന്നെ ഒരു വണ്ടിയിൽ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ലോകം രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ടോവിനോ ബേസിൽ എന്ന സംവിധായകനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? I miss you. അത് വളരെ സീരിയസ് നോട്ട് ഞങ്ങൾ തമ്മിൽ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ തന്നെ ഇവനും അറിയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലിപ്പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻ, ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിന്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, അത് എഴുത്ത് നടക്കുന്നു. കുറച്ച് 1-2 പെട്ടെന്ന് അതിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഓൾറെഡി ബുദ്ധിമാനല്ലടാ. എന്തിനാണ് ഇനി വേറെ? സൗദി ആ രാജ്യങ്ങളില് സ്വന്തം അഭിനയിച്ച സീൻ കട്ടായി പോയി എന്ന് പറയുമ്പോൾ എന്താണ് തോന്നിയത്? അത് വ്യക്തിപരമായിട്ട് ഒത്തിരി ഹേർട്ടാവുന്ന. പക്ഷെ നാട്ടിലേക്ക് സൗദിയിൽ പോകാൻ ഞാൻ UAE-യിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. പോകുന്നതിന് പ്രശ്നമില്ല. പോകുന്നതല്ല, ഐ മീൻ സിനിമയിലൊരു പക്ഷെ അത് വിഷമമുണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും വിഷമമുണ്ടായി. പ്രത്യേകിച്ച് സിനിമയിൽ ആ സീൻ കട്ട് ചെയ്താലും എങ്കിലും ടെലികാസ്റ്റ് അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടണമായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ടോനോച്ചോടെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം വളരെ കുറച്ച് വർഷമായിട്ടുള്ള അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിനൊരു പുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ മാറ്റമൊക്കെ സംഭവിക്കുന്ന പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സ്ഥലത്തും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകുന്നുണ്ട് നമ്മൾ. ബേസിൽ ഇപ്പൊ ഫാൻ മൂവീസിന്റെ കാലമാണല്ലോ. അപ്പം ബേസിലായിട്ട് ഫാൻ മൂവീസിന്റെ കാലമാണല്ലോ. സിനിമ കാണാതെ 10-15 സിനിമ കണ്ടിരുന്നെങ്കിൽ രാവിലെ വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഫാൻ മൂവീസിന്റെ കാലമാണ്. ഇപ്പൊ ബസൂക്ക് ഇറങ്ങി, അങ്ങനെ ഇപ്പൊ AK-യുടെ പടം ഇറങ്ങി. അപ്പം ഒരു ഫാൻ മൂവി ചെയ്യുകയാണെങ്കിൽ ബേസിൽ ഉടനെ എന്തായിരിക്കും ചെയ്യുക? ഫാൻ മൂവീസിന്റെ കാലമാണല്ലോ. ഇപ്പൊ റീസെന്റ് ഇന്നലെ ബസൂക്ക് ഇറങ്ങി. അപ്പം
ഗുഡ് ബാഡ് ആക്കിൽ ഇറങ്ങി, അപ്പോൾ അങ്ങനെ ചിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം? ബേസിൽ ഒരു ഫാൻ മൂവി ചെയ്യുകയാണെങ്കിൽ ഉടനെ ചെയ്യാൻ ഇപ്പോൾ ലാലേട്ടനോട് എനിക്കുമില്ല. ലാലേട്ടനോട് ഒരു പ്രോജക്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതാണോ? ഇല്ല, ഒന്നും അങ്ങനെ അത് ഏതായിരിക്കും എന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഇവിടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാളും. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള കഥയും കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു നെയിം സേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ. സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കില്ല. അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടനെ വെച്ചിട്ടായിരിക്കും എന്തായാലും, ഒരു സംശയമില്ല. ഉറപ്പായിട്ടും. അങ്ങനെ മാറിയിട്ടേ ഇല്ല, അങ്ങനെ മാറ്റാൻ നോക്കണ്ട. ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം? ചില വിവരണങ്ങൾ പുറത്തു വിടുന്നപ്പം ഈ സിനിമ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു മാസം കഴിയുമ്പോൾ അവർ ഇതിന്റെ എമൗണ്ട് പുറത്തു വിടുന്നത്. ആരെങ്കിലും കള്ളക്കണക്ക് നടത്തുന്നത് എനിക്ക് അങ്ങനെ വേണം അറിയാൻ വേണ്ടി. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ആക്ടറാണ്, ഇപ്പോൾ നിർമ്മാതാവായിട്ടുണ്ട്. അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന, ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു, ഇപ്പം ടോവിയുടെ സിനിമ പുറത്ത് നിന്നവരാണ് നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം മാറിപ്പോകുന്ന സാഹചര്യം പല സിനിമയ്ക്കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു രീതിയൊക്കെ ഇപ്പം നിർമ്മാതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാവില്ല. ആ രീതി എങ്ങനെയാണ് ടോവി കാണുന്നത്? നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിന്റെ ഫാക്റ്റുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിൻ്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെൻറ്റേജ് ആണെന്നാണ് ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളി വാരി എറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അന്യം നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിടാനും പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല, നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ്. അതുള്ളിടത്തോളം കാലം എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത് ടൂർ പോകുമ്പോൾ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോൾ ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവാണ്. അവിടെ തായ്പേയിൽ ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാൻറ്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ARM അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ
ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേയി കാണാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ വാ എന്റെ റൂമിൽ കിടക്കാം. അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുമായിരുന്നു. ഇപ്പൊ ചേട്ടൻ തിരക്കിലായതുകൊണ്ട് ഞാനാണ് വീട്ടില് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനാണ് താരതമ്യേന തിരക്ക് കുറഞ്ഞ ആള് വീട്ടില്, ഗൃഹനാഥൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിരുന്ന് പങ്കുവെക്കാം. ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല, അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവില്ലല്ലോ. പള്ളിച്ചട്ടമ്പിയുണ്ട്, അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പിയാണ്. അല്ല, ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചട്ടമ്പിയിൽ ഷൂട്ട് തുടങ്ങണം. അതെ, ഇന്ന് ഇവിടെ വെച്ച് പറയുന്നു, ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലെ? ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇന്ന് മുതൽ നമ്മൾ അതിനെ അവസാനിപ്പിക്കണം. ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ. ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ നമുക്ക് എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ്. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി, ഇവനും പറ്റി, കുറെ ആൾക്കാർക്കും പറ്റി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളിവിടാതിരിക്കുക. കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക. ഗോപാലേട്ടന് സ്തുതി. ഞാൻ പേരും പറഞ്ഞ് എന്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം. ഞാൻ ചെന്ന് എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി, 2 പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്നൊക്കെ ചെന്ന് പറയണം. എന്താ പേര്? അനസ് തെറ്റി വിളിച്ച ഭയങ്കര മോശമായി പോകും. ഓക്കെ 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 ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ചതാ, നടന്നില്ല. പോട്ടെ. ഓക്കെ, സുരേഷ് ഏട്ടാ ഒരു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ട. ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ, താങ്കൾ സീനിയറായ ഒരാളുകളൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു കലാകാരന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഡയറക്ടറിന്റെ ആണെങ്കിൽ സ്ക്രിപ്റ്ററിന്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റം വരുന്നു. ഇത്തരം ഒരു പ്രവണത മലയാള സിനിമ ഇപ്പം ടോവി പറഞ്ഞ പോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്. അത്തരം ഒരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാൻ ചിന്തിക്കേണ്ടതായിട്ട് വരില്ലേ? എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നും അവിടെ കൈവച്ചിട്ട് നാളെ എൻ്റെ അടുത്ത പടം പോകുമ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റി വരും. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറിങ് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിനും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാവശ്യമുണ്ടെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടുന്ന രീതിയിലേക്ക് വരുന്നു. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ വെട്ടിയത്, അത് ഒരിക്കലും വെട്ടിയത് ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്നുകൂടെ വെട്ടിയിട്ടുണ്ടാവും. ഈസി ആയിട്ട് കാണുവാണ്. സീരിയസ് കാണാൻ പറ്റുമോ? അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത്. EDF ഭയക്കുന്നു. ഞാനോ? പിന്നെ അത്ര നമുക്ക് അത് പേടി കാര്യമൊന്നുമില്ല. അത് നടക്കട്ടെ, അത് സെൻസർ ചെയ്യട്ടെ. എത്ര നാൾ ചെയ്യുമല്ലേ നോക്കാം നമുക്ക്. നടന്നുകൊണ്ടിരുന്നപ്പോ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു ഇന്റർവ്യൂ പറഞ്ഞു. ഇപ്പോ ഇനി മിന്നൽ 2 സംഭവിക്കുമ്പോ ഹീറോ ആണ്, ഇനി അങ്ങനെ രീതിയിലുള്ള പ്രഷറിലൂടെ ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയണേ എന്തായിരിക്കും പറയാൻ? ഇല്ല, അങ്ങനെ പ്രഷർ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രഷറാണ്. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും മരണമാസത്തിന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അതും ഇതൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും. അതിപ്പോൾ മിന്നൽ മുരളി 2 ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും. കാരണം
ആ സിനിമ ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക. നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഉഴപ്പിപ്പോകും. ഇത് ശരിക്കും നമ്മൾ കുറേ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ്. അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പറ്റാണ്ടായി പോകും. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും ഫൈറ്റ് ചെയ്യണം. എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം. അതിൻ്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറുമുള്ളൊരു സിനിമയാണ് ഏറ്റവും അതിൻ്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സിനിമയ്ക്ക് ഗുണമേ ചെയ്യുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ഈ നമുക്ക് കുറേ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറേ കോൺസ്ട്രെയിൻസും ഒക്കെ നമുക്കുണ്ടാവും. അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അങ്ങനെ സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും. അത് ആ കൺവീനിയൻസ്, പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ഒരു പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷ നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നല്ലതാണ് അങ്ങനെ പ്രശ്നം. അല്ല, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് ഇപ്പം മഴ കൊണ്ടുള്ളത് നമുക്കറിയാം, അതല്ലാതെ അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും, എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശിവനും അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട്പുട്ടുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ബഡ്ജറ്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ചോദിച്ചത്, ഇപ്പം ടോബ് കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് സിനിമയുടെ നമ്മളിപ്പോൾ ആദ്യം നിർമ്മാതാക്കളുടെ സംഘടന കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, നമ്മൾ സിനിമയുടെ ബഡ്ജറ്റ് കൊടുക്കും. ഇത് അമിതമായി കൂടി എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടുന്ന കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കൂടുന്നു, നമ്മൾ പൈസ കൊടുത്തില്ല, നിർമ്മാതാവ് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ആദ്യം കൊടുക്കുന്ന കണക്ക് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളൂ. പിന്നീട് മഴ കൂടി, ആ മഴ കൂടിയപ്പോൾ എനിക്ക് ഇത്രയായിരുന്നു, അവിടെ കണക്ക് കൊടുക്കാനോ കണക്ക് ചോദിക്കാനോ അവർ വരുന്നില്ല. അത്തരം രീതികൾ കൃത്യമായി ഇടപെടാതെയാണ് ഇവർ ചില പണമിടപാട് പുറത്തുവിടുന്നത്. ഇപ്പം ടോബിക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുത്തതിന്റെ ബജറ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഈ സിനിമ തീരുമ്പോൾ, ഒരിക്കലും ആയില്ല. ഇത്ര ദിവസം മഴ പെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര പേർക്ക് പൈസ കൊടുക്കണം. ബാറ്റ ഉൾപ്പെടെ, നെറ്റ് ബാറ്റയാണ്, ഇരട്ടി ബാറ്റയാണ് വരുന്നത്, അതുൾപ്പെടെ ബജറ്റ് കൂടുകയാണ്. അതൊന്നും കണക്കിൽ പെടുത്താതെയാണ് നിർമ്മാതാക്കൾ ചില കണക്കുകൾ പുറത്തു വിടുന്നതെന്ന് തോന്നുന്നു. അത് കണക്കിൽ പെടുത്തിയിട്ട് കണക്കുകൾ പുറത്തു വിട്ടാലും എന്താ വ്യത്യാസം? അതായത് പൈസ നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട്. മഴ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു 8-9 മാസവും മഴയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മളുടെ മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ബഫർ കാണുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റും? നമുക്ക് പ്രപഞ്ചത്തിനെ ബ്ലെയിം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അതെല്ലാം ഈ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പോലെ തന്നെ ഇനിയും നടന്നുകൊണ്ടിരിക്കും. പണ്ടും മഴയുണ്ടായിരുന്നു, ഇപ്പോഴും മഴയുണ്ട്. നമ്മൾ അതിനനുസരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒത്തിരി സന്തോഷം കേട്ടോ.